മുന്നത്തെ എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ കണക്ക് മാഷ് പറഞ്ഞൊരു കാര്യം പറഞ്ഞായിരുന്നു. ഒരു ഇട്ടാവട്ടത്ത് കിടന്ന് കളിക്കുമ്പോൾ സ്വയം രാജാവാണ് എന്നുള്ളൊരു വിചാരം ഉണ്ടാവും. പിന്നെ ഈ സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതൊക്കെ നമുക്ക് വേണ്ടിയാണെന്നും ബാക്കിയുള്ള വീട്ടുകാരും കൂട്ടുകാരും ഒക്കെ ഈ സിനിമയിൽ വരുന്ന സൈഡ് ക്യാരക്ടേഴ്സാണ് എന്നും. പക്ഷേ ഇതൊക്കെ നമ്മുടെ എക്സ്പോഷർ കൂടുമ്പോൾ, നമ്മുടെ സർക്കിൾ വലുതാകുമ്പോൾ ഈ ചിന്തകളൊക്കെ മാറും. അന്ന് മൂപ്പരത് പറഞ്ഞപ്പോൾ ഒരു വയസ്സൻ നേരം പോക്കിന് പറഞ്ഞു തന്നൊരു ഉപദേശമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇന്ന് ഞാൻ മുംബൈയിലെ ജഹാംഗീർ ആർട്ട് ഗാലറിയിൽ പോയിരുന്നു. കയറി ചെന്നപ്പോൾ തന്നെ ഋഗ്വേദ ആർട്ട് ഗാലറിയുടെ വലിയൊരു എക്സിബിറ്റാണ് കാണാൻ സാധിച്ചത്. ഒരുപാട് നല്ല പെയിൻറ്റിങ്സ് ഓഫ് ഒരുപാട് നല്ല ടാലൻറ്റഡ് ആർട്ടിസ്റ്റ്. ചില പെയിൻറ്റിങ്സൊക്കെ നമ്മൾ നോക്കി നിന്നാൽ അത് നമ്മളോട് എന്തോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പോലെയൊക്കെ തോന്നിപ്പോവും. പിന്നെ മറ്റൊരു റൂമിലോട്ട് പോയപ്പോൾ ഒരു ആർട്ടിസ്റ്റ് പേപ്പർ കട്ടിങ്സ് വെച്ച് കൊളേജസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ബട്ട് ദോസ് വർ ആസ് ഗുഡ് ആസ് ഓയിൽ പെയിൻറ്റിങ്സ്. പിന്നെ മറ്റൊരു ആർട്ടിസ്റ്റ് റിയലിസ്റ്റിക് ആനിമൽസിനെയും ബേർഡ്സിനെയൊക്കെ വരച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനോട് ഞാൻ സംസാരിച്ച് മൂപ്പര് എത്രയ്ക്കാണ് വിൽക്കുന്നതെന്ന് ചോദിച്ചു. അതൊരു വലിയൊരു എമൗണ്ട് ആയിരുന്നു എനിക്ക്. പക്ഷേ എനിക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും, ആ പെയിൻറ്റിങ്ങിന് ജീവൻ തുടിക്കുന്നുണ്ട്, ആ പെയിൻറ്റിങ്ങിന് ജീവനുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ കണക്ക് മാഷ് പറഞ്ഞ കാര്യം തന്നെയാണ്. സൂര്യനല്ല, ഭൂമിയാണ് സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നത്. നമ്മളുണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് നടക്കും. നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ 60 കൊല്ലത്തിൽ എന്തെങ്കിലുമൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ there is always room for improvement to be a better version of yourself every day.